Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, welcome. Good afternoon. Message അയച്ചുള്ള മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് എനിക്ക് ശരണ്യാക്കി അല്ലേ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ ആണ്. അശ്വതി മിസ് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ, അശ്വതി മിസ്സിന്റെ ക്ലാസ് അല്ലേ, ലീവ് ആണ് കേട്ടോ. കേട്ടോ, ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു മൊഡ്യൂൾ 1 എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായിരുന്നു നമുക്ക് മൊഡ്യൂൾ 1 എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സ് അതായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 2 കടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഫാർമസി. ഓക്കെ, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. തുടങ്ങാം നമുക്ക്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ICU കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചൊക്കെ നോക്കിയോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തില്ലേ? മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. പഠിക്കുക, അത് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസും മറ്റും വരുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. ഇത് എപ്പോഴും ഫോളോ ചെയ്ത് പോവാൻ, മാക്സിമം ഫോളോ ചെയ്ത് പോവാൻ നോക്കാം കേട്ടോ. കാര്യം എനിക്കറിയാം വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. കുട്ടികളുടെ കാര്യങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ സമയം കുറച്ച് പരിമിതമായിരിക്കും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. വീക്കെൻഡ് ഒക്കെ വരുന്ന സമയത്തേക്ക് ഡെയിലി നോക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കൂടിയും കുറച്ച് സമയമല്ലേ വേണ്ടൂ. അപ്പൊ നമ്മളൊരു വീക്കെൻഡ് ആവുമ്പോഴായാലും നിങ്ങളത് നോക്കണം കേട്ടോ. ഒരുപാട് നാള് കൂട്ടി വെക്കരുത്. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ എക്സാമിന്റെ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. എന്തുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതെ അതെ തൻസില, അതെ കേട്ടോ. ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഗൈഡ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചു? അങ്ങനെ കഴിച്ചിട്ടില്ല, സമയമാവുന്നുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ സമയമാവാത്തവര് ഇപ്പൊ കഴിക്കേണ്ട എന്തായാലും. ഓക്കെ, ക്ലാസ് കേട്ടിരിക്കുക കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കാം. അതിന്റെ മുമ്പിൽ ഇരുന്ന് ഫുഡ് കഴിച്ചോ? കുഴപ്പമില്ല, ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, അത് കഴിച്ചു, മറിയുന്നൊക്കെ കഴിച്ചു. ശരി, തുടങ്ങാം കേട്ടോ. മൊഡ്യൂൾ 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫാർമസി. ഓക്കെ, ഈ ഫാർമസി ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഓരോരോ ചാപ്റ്ററുകളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഫാർമസി നമ്മൾ എവിടെയാ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിച്ചത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണോ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണോ? ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഫാർമസി വരുന്നത്? പറഞ്ഞേ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഇതായിരുന്നു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ്. കറക്റ്റ് ആണ് കേട്ടോ. സിത്തു, നന്ദിനി, ശരണ്യ, കറക്റ്റ് ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങളത് പഠിച്ചത് അല്ലെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫാർമസി അല്ലെ നോക്കാം. നമ്മൾ ഫാർമസിയെ പറ്റിയിട്ട് ഒരുപാട് ഡീപ്പല്ല എങ്കിലും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. ഫാർമസിയെ പറ്റിയൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ധാരണയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഫാർമസി എന്താണ്, ഫാർമസിയുടെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട്, ലക്ഷ്യങ്ങൾ. പലപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ് ഫങ്ഷനും ഒബ്ജക്റ്റീവും ഒന്നാണെന്ന്. വ്യത്യാസമുണ്ട് അല്ലെ. ഫാർമസി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഫങ്ഷൻസ് അല്ലെ. ഫാർമസി കൊണ്ട് ഫാർമസി അതിന്റെ ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഫാർമസി പ്രവർത്തിക്കുമ്പോൾ അവര് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെ. പിന്നെ നമ്മളൊരു ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫാർമസിസ്റ്റുകളെ പറ്റി, ഫാർമസിസ്റ്റുകളുടെ എണ്ണം എങ്ങനെയാണ്, നമ്മളത് ഏത് രീതിയിലാണ് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ എന്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഒരു ഫാർമസിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. പിന്നെ നമുക്കൊരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി പഠിക്കാനുണ്ട്.
ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല പഠിക്കാനായിട്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കാം. എന്താണ് ഫാർമസി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യാൻ, അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യം മാത്രമല്ല, ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസിനും, അതായത് ഔട്ട് പേഷ്യൻസിനും, പിന്നെ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അല്ലെ. മരുന്നുകൾ മാത്രമാണോ? അല്ല, മറ്റു പല മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ചെറിയ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാർമസിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാർമസി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ആണ്, അല്ലെ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോക്കുക, ഹോസ്പിറ്റൽ ഫാർമസി ഈസ് one of the most important departments among several departments of a hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലില് ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഫാർമസി. അല്ലെ, ഫാർമസി ഇല്ലാതെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെ. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യാം, പക്ഷെ ഫാർമസി ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. പണ്ട് കാലമൊക്കെ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഫാർമസി ഉണ്ടാവില്ല, പുറത്തേക്ക് മരുന്ന് എഴുതി തരും, പുറത്തു പോയി നമ്മൾ മേടിക്കും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണോ? അല്ല, ഏതൊരു ചെറിയ ഹോസ്പിറ്റലിനും അവരുടേതായ ഒരു ഫാർമസി ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എമംഗ് several departments of a hospital. Okay, അടുത്തത് എന്താണ് പറയുന്നത്? എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു കറക്റ്റ് ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. എന്താണ്? Hospital pharmacy is defined as that department of the hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. അതായത് ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാല് അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മരുന്നുകളുടെ പ്രോക്യൂർമെന്റ്, അല്ലെ. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഭരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അറിയില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ്, സംഭരിച്ചു വെക്കുക അല്ലെ. അത് തന്നെ, കറക്റ്റ് ആണ് ശ്രുതി, സംഭരണം. അതെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഏതൊക്കെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെ പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുക, തന്നെയാണ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? മിക്സിംഗ് ആൻഡ് ആൾട്ടറിങ്, പ്രിപ്പയറിങ് എ ഡ്രഗ്, അല്ലെ. നമ്മളൊരു ഡ്രഗ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ചില ഹോസ്പിറ്റലുകളിൽ ഡ്രഗ്സ് എന്ത് ചെയ്യുന്നറിയോ, മരുന്നുകൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ മറ്റ് സപ്ലൈസിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യും. ചില ഹോസ്പിറ്റലുകളില് മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? മാനുഫാക്ചർ ചെയ്യും, നിർമ്മിക്കും. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യമാണ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, അതായത് മിക്സിംഗ് ആൻഡ് ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിങ് എ ഡ്രഗ്, അല്ലെ. നമ്മൾ ഈ ഒരു ഡ്രഗ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് അല്ലെ. അതായത് പല പല കണ്ടന്റുകൾ മിക്സ് ചെയ്ത് അതിന്റെ കണ്ടന്റുകളെയൊക്കെ ഒന്ന് ജസ്റ്റ് ആൾട്ടർ ചെയ്ത് നമ്മളൊരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്, അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ഡിസ്പെൻസിങ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിതരണം ചെയ്യാം, അല്ലെ. വിതരണം ചെയ്യാം. പിന്നെ മാനുഫാക്ചറിങ്, നിർമ്മാണം, അല്ലെ. പിന്നെന്താണ്? ടെസ്റ്റിംഗ്. ഇനി നിർമ്മിച്ചു കഴിഞ്ഞാലും സപ്ലൈസിൽ നിന്ന് നമ്മൾ പുറത്ത് വാങ്ങിക്കൊണ്ട് വരുന്ന, അല്ലെ, സപ്ലൈസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മരുന്നുകളായാലും ഉടനടി നമ്മൾ പേഷ്യൻസിന് കൊടുക്കാനോ ചെയ്യാം? അല്ല, അതിനെന്ത് നടത്തണം? ടെസ്റ്റുകൾ നടത്തണം, അല്ലെ. ടെസ്റ്റ് നടത്തി എല്ലാ സ്റ്റാൻഡേർഡുകളും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ മരുന്നുകൾ എന്ത് ചെയ്യുള്ളൂ? പേഷ്യൻസിന് നമ്മൾ ഡിസ്പെൻസ് ചെയ്യും, അല്ലെ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ പാക്കേജിംഗ് ആണ്. ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പാക്കേജിംഗ്, അല്ലെ, പാക്ക് ചെയ്യാം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്, അതിനുശേഷം നമുക്ക് മരുന്നുകളെ
വിതരണം ചെയ്യും. അപ്പൊ ഇതെല്ലാം നടത്തുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഫാർമസി. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging, and distribution of drugs. Okay, clear ആണോ? ഇതുപോലുള്ള കാര്യങ്ങളാണ് കേട്ടോ. Okay. Next എന്താണ് വരുന്നത്? It is also related to education and research in pharmaceutical services. നമ്മൾ ഫാർമസി എന്ന് പറയുമ്പോൾ മരുന്നുകളുടെ വിതരണം മാത്രമല്ല അവിടെ നടക്കുന്നത് അല്ലെ. ഫാർമസി സംബന്ധമായിട്ടുള്ള എഡ്യൂക്കേഷൻ, റിസർച്ച് വിഭാഗങ്ങളുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ഫാർമസി കോഴ്സുകളെ പറ്റിയിട്ട് നിങ്ങൾ കേൾക്കും അല്ലെ. ബി ഫാം, ഫാം ഡി അല്ലെ, അതുപോലെ അല്ലെ ബി ഫാം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ തന്നെ ഫാം ഡി ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? ഫാർമസി സംബന്ധമായിട്ടുള്ള ഈ പറയുന്ന കോഴ്സുകളും മറ്റുമാണ് അല്ലെ. അപ്പോ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റിസർച്ച് ഫീൽഡുകളുണ്ട് അല്ലെ, ഗവേഷണ ഫീൽഡുകൾ, ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഓക്കെ, നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിലും മറ്റൊക്കെ നിൽക്കുന്നവരൊക്കെ ബി ഫാം അല്ലെങ്കിൽ ബി ഫാം യോഗ്യത നേടിയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പോ ഈ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എഡ്യൂക്കേഷൻ, ഗവേഷണ പ്രവർത്തനങ്ങളും നിലവിലുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാൽ അതാരാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് ആര് കൺട്രോൾ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് ഒരു പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽസ്. They must also make sure an adequate supply of medicine. Okay, അതുകൂടാതെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ മറ്റ്, നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു അല്ലെ, അദ്ദേഹത്തിന്റെ മറ്റു റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഹീസ് അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ് അല്ലെ, അതായത് ആ ഹോസ്പിറ്റൽ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ ചെയ്യാം, ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, അതിന്റെ ക്വാളിറ്റികൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം, സ്റ്റോറിംഗ് അതെന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം, ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ മരുന്നുകൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, they must also make sure an adequate supply of medicine. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഒരു മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുന്നത് ആര് തന്നെയാണ്? ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ പാടില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് അതിന്റെ സ്റ്റോക്കും മറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ഫങ്ഷൻസ് പഠിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഏകദേശം രണ്ടിന്റെ പോയിന്റുകൾ കുറെയൊക്കെ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഫങ്ഷൻസിൽ പറയുന്ന പല പോയിന്റുകൾ എവിടെ വരുന്നുണ്ട്? ഒബ്ജക്റ്റീവ്സിനകത്തും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ,
ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, എന്താണ് നമ്മൾ ഫോർകാസ്റ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർകാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫോർകാസ്റ്റിംഗ് ഓഫ് വെദർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാലാവസ്ഥ പ്രവചിക്കാന്ന് പറയും അല്ലെ? ഫോർകാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രഡിക്ഷൻ ആണ്, പ്രവചനമാണ് അല്ലെ? ഓക്കെ, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്തിന്റെ ഡിമാൻഡ് ആണ് നമ്മൾ പ്രിഡിക്ട് ചെയ്യേണ്ടത്? ഒരു ഫാർമസി എന്തിന്റെ ഡിമാൻഡ് ആണ് അവിടെ പ്രിഡിക്ട് ചെയ്യേണ്ടത്? മരുന്നുകളുടെ അല്ലെ? അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്കും അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും അവരുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് അവരുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് എത്രത്തോളം മരുന്നുകൾ അവിടെ ആവശ്യമുണ്ട്, അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു, ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്രത്തോളം ഉണ്ട്, ഓരോരുത്തരുടെ ഡിമാൻഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആ മരുന്നുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മരുന്നുകളുടെ എണ്ണ ആയാലും അതുപോലെ ആ മരുന്നിന്റെ ആ ഒരു എന്താ പറയാ പ്രൊക്യൂർമെന്റ് അല്ലെ, ആ സംഭരണത്തിനെ പറ്റിയിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അത് ഫാർമസിയാണ് അല്ലെ? അതായത് ഫ്യൂച്ചർ ഡിമാൻഡ്, നമ്മളതിനൊരു എസ്റ്റിമേഷൻ ഉണ്ടാക്കുക അല്ലെ? എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്സ് ഓഫ് ഡ്രഗ്സ് അല്ലെ? ഡ്രഗ്സ് എത്ര ഡ്രഗ്സ് ആവശ്യം വരും അല്ലെ? ആളുകളുടെ അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ എത്രത്തോളം മരുന്നുകൾ ആവശ്യം വരും, ഏതൊക്കെ മരുന്നുകൾ ആവശ്യം വരും, എത്രത്തോളം അത് സംഭരിക്കണം, ഏത് സ്റ്റോക്ക് ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ഫാർമസിയാണ് അല്ലെ? അപ്പൊ അതിനെന്തൊക്കെ എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊവിഷനിങ് അല്ലെ? പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ആണ് അല്ലെ? അതായത് പ്ലാനിങ് ആൻഡ് പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ് അല്ലെ? ദാറ്റ് മീൻസ് ഇവിടുത്തെ മെറ്റീരിയൽ എന്താണ്? ഡ്രഗ്സ് ആണ് അല്ലെ? പ്ലാൻ ചെയ്യാം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യാം അല്ലെ? സംഭരിച്ചു വെക്കാം. ഓക്കെ, അതാണ് അവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ പർച്ചേസിങ്, ആവശ്യമായിട്ടുള്ള മരുന്നുകളെ പർച്ചേസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ചില മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യും, ചിലത് നമ്മൾ മറ്റുള്ള സപ്ലൈസിൽ നിന്ന് നമ്മൾ വാങ്ങും അല്ലെ? അപ്പൊ പർച്ചേസ് ചെയ്യാം, ഡിമാൻഡുകൾക്ക് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് സപ്ലൈസിൽ നിന്നും ആ മരുന്നുകൾ പർച്ചേസ് ചെയ്യുക അല്ലെ? വാങ്ങാം. ദെൻ റിസീവിങ്, അതിനുശേഷം ഈ വരുന്ന മരുന്നുകൾ റിസീവ് ചെയ്യാം, അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇൻസ്പെക്ഷൻ, പരിശോധന നടത്താം അല്ലെ? എല്ലാവിധ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. പിന്നെന്താണ്? ക്വാളിറ്റി ടെസ്റ്റ് ആണ് അല്ലെ? ക്വാളിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം, അതായത് അതെല്ലാ ക്വാളിറ്റികളും കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ക്വാളിറ്റി ടെസ്റ്റുകൾ നോക്കുക. ദെൻ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? മരുന്നുകൾ സ്റ്റോർ ചെയ്യാം, ദെൻ അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, ദാറ്റ് മീൻസ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്സ് ഓഫ് ഡ്രഗ്സ് അല്ലെ? ഓക്കെ, അതായത് ആളുകളുടെ അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം മരുന്നുകൾ ആവശ്യമുണ്ട് അല്ലെ? എത്ര മരുന്നുകൾ പ്രൊക്യൂർ ചെയ്യണം, എത്ര സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രെഡിക്ഷൻ ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം, പ്രൊക്യൂർ ചെയ്യാം, പർച്ചേസ് ചെയ്യാം, വാങ്ങുക, മരുന്നുകൾ വാങ്ങുക, അത് റിസീവ് ചെയ്യാം, അത് ഇൻസ്പെക്ഷൻ, അതിന്റെ പരിശോധനകൾ നടത്താം, ക്വാളിറ്റി ടെസ്റ്റ് അല്ലെ? അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാം, അതിനനുസരിച്ച് സ്റ്റോർ ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ഇത്രയുമാണ് ഒരു ഫാർമസിയുടെ ഒരു ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈയേഴ്സ്. ദാറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് റിലയബിൾ സപ്ലൈയേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ, ചില മരുന്നുകൾ നമ്മൾ സപ്ലൈസിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വിശ്വാസ്യതയുള്ള, റിലയബിൾ ആയിട്ടുള്ള സപ്ലൈസിൽ നിന്ന് വേണം സപ്ലൈസിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാര്യം മരുന്നുകളാണ്, നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സംഭവമാണ് അല്ലെ? അപ്പൊ അതിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? പ്രശ്നങ്ങൾ വരാൻ പാടില്ല. ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള മരുന്നുകൾ നമുക്ക് ഉറപ്പാക്കുന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള സപ്ലൈയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് ഫാർമസിയുടെ ഉത്തരവാദിത്തമാണത്. ഫാർമസി ഒരു ഫംഗ്ഷൻ ആണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈസ്. അതായത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സപ്ലൈസിനെ സെലക്ട് ചെയ്യാന്നുള്ളത് ഫാർമസിയുടെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസിന്റെ ഒരു കണക്ക്, ഒരു എസ്റ്റിമേറ്റ് എന്ത് ചെയ്യുക? പ്രിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ, അതായത് ആവശ്യമായിട്ടുള്ള മെഡിസിൻസിന്റെ ഒരു എസ്റ്റിമേറ്റ്, ഒരു ഏകദേശം ഒരു കണക്ക് കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. ദെൻ അടുത്തത് എന്താണ്? കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ.
അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, അതിന്റെ വില, സോഴ്സ് ഓഫ് സപ്ലൈ, ഏത് സപ്ലൈസിൽ നിന്നാണ് ആ മരുന്നുകൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത്, അതിന്റെ സോഴ്സ് ഏത് സപ്ലൈസ് ആണ്, പിന്നെ ഡ്രഗ് റിയാക്ഷൻ. ഇനി ഏതൊരു മരുന്നുകൾക്കും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവും അല്ലെ, ചില മരുന്നുകൾക്ക് ചില റിയാക്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അത്തരം മരുന്നുകളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. അതായത് മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോഴ്സ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഫാർമസിയുടെ ഫംഗ്ഷന് വരുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നതോ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ടുള്ള മരുന്നുകളുടെ ക്വാളിറ്റി കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാങ്ങുന്നത് സപ്ലൈസിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൾ ഉണ്ടാവും, അതല്ലാതെ ഹോസ്പിറ്റലിൽ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും. രണ്ടുമായിക്കൊള്ളട്ടെ, അതിന്റെ രണ്ടിന്റെയും ക്വാളിറ്റി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അതിന്റെ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും നമ്മുടെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്. വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. വാർഡുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇൻപേഷ്യൻസ് ആണ്, അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ്, ദാറ്റ് മീൻസ് മെഡിസിൻസ് എന്നാണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഔട്ട് പേഷ്യൻസ്. അതുകൂടാതെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ആളുകൾക്കുള്ള മരുന്നിന്റെ വിതരണം ഉറപ്പുവരുത്തുക. പിന്നെന്താണ്, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതുപോലെ ഹോസ്പിറ്റൽസില് ഈ ഡ്രഗിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷന്റെ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത്, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. അതായത് നമ്മൾ ആ ഫാർമസിയിലുള്ള ഓരോ മരുന്നുകളും, ആ മരുന്നുകളുടെ എല്ലാവിധ ഇൻഫർമേഷൻസുകൾ എവിടെ വേണം, ഫാർമസിയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ്, അതൊരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്, സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. എന്താണ് സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. അതുപോലെ മരുന്നുകൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സെന്റർ ആയിട്ട്, അതായത് ഒരു എന്താ പറയാ, ഒരു നമുക്ക് പറയില്ലേ കൗൺസിലിംഗ് സെന്റർ. കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുമ്പോൾ എന്ത് കൗൺസിലിംഗ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് മെഡിസിൻസിന്റെ യൂട്ടിലൈസേഷൻ സംബന്ധമായിട്ട്, അതായത് മെഡിസിന്റെ ഉപയോഗത്തെ സംബന്ധിക്കുന്ന ഒരു എന്താ പറയാ പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. പിന്നെയോ ബ്രിങ് ഇൻ ദിസ് പ്രാക്ടീസ് the recommendations of the pharmacy and therapeutic committee. ഇനി ഒരു കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്, ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെങ്കിൽ ഫാർമസി ആൻഡ് എന്താണ് തെറാപ്യൂട്ടിക്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലില് ഫാർമസിയുടെ പ്രവർത്തനങ്ങള് എങ്ങനെ, ഒരു ഫാർമസി എങ്ങനെ പ്രവർത്തിക്കണം എന്ന ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസരിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലില് ഫാർമസി പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ, ഒരു ഹോസ്പിറ്റലില് ഫാർമസി പ്രവർത്തിക്കുന്നത് ആരുടെ ഗൈഡൻസ് അനുസരിച്ചിട്ടാണ്, ആരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ഓക്കെ, ആ കമ്മിറ്റിയിൽ കുറെ പേരൊക്കെ അംഗങ്ങളാണ്. അവര് മുന്നോട്ട് വെക്കുന്നത് അവരുടെ ശുപാർശകൾക്കനുസരിച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ശുപാർശകളെ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഹോസ്പിറ്റൽ ഫാർമസിക്കുണ്ട്. അതാണ് അവിടെ പറയുന്നത്, ബ്രിങ് ഇൻ ദിസ് പ്രാക്ടീസ് the recommendations of the pharmacy and therapeutic committee. അതായത് ഈ പറയുന്ന തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകളെ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ട്. പിന്നെന്താണ്, പേഷ്യന്റ് കൗൺസിലിംഗ്. അതായത് ആക്ട് ആസ് എ പേഷ്യന്റ് കൗൺസിലിംഗ് സെന്റർ അല്ലെ. പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കാൻ, എന്തിനെ പറ്റിയുള്ള കൗൺസിലിംഗ് ആണ്, മാനസികമായിട്ടുള്ള കൗൺസിലിംഗ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പകരം എന്താണ്, മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ എന്താണ്, എങ്ങനെ കഴിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ മരുന്നുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങള്, ഇതിന്റെയൊക്കെ ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കാന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ്, കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ
മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ഈ പറയുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യൻസ് അവർക്കിടയിൽ ഒരു എന്താ പറയാ ലിസോൺ, ദാറ്റ് മീൻസ് അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്. ഓക്കെ, കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. ഈ പറയുന്ന മെഡിസിൻ, ദാറ്റ് മീൻസ് ഒരു ഡോക്ടർക്ക് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, പേഷ്യന്റ് ആയിക്കോട്ടെ, അവർക്കിടയിൽ ലിസോൺ മീൻസ് റിലേഷൻഷിപ്പ് ആയിട്ടോ, അവർക്കിടയിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളത് ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഓക്കെ ആണോ? പോയിന്റുകള് മനസ്സിലായോ? ഫാർമസിയുടെ ഫങ്ഷൻസ് ഒക്കെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് അല്ലെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഫ്യൂച്ചർ ഡിമാൻഡ്സ് അല്ലെ, അത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള പ്ലാനിങ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, പരിശോധന നടത്തുക, ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തുക, അതിനനുസരിച്ച് സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈസ് അല്ലെ, വിശ്വാസ്യതയുള്ള സപ്ലൈസിനെ തിരഞ്ഞെടുക്കുക. അതുപോലെ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഏകദേശ എസ്റ്റിമേഷൻ തയ്യാറാക്കുക. പിന്നെ മരുന്നുകളുടെ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ, അതിന്റെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാം. പർച്ചേസ് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ടുള്ള മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തുക. വാടകയ്ക്കുള്ള മരുന്നിന്റെ വിതരണം ഉറപ്പാക്കുക. ഔട്ട് പേഷ്യൻസിനുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. ഹോസ്പിറ്റലിൽ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ ഡ്രഗ് യൂട്ടിലൈസേഷൻ, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്താണ്, തെറാപ്യൂട്ടിക് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകളെ പ്രാവർത്തികമാക്കുക. ഈ പറയുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും പേഷ്യൻസിനും അവർക്കിടയിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഓക്കെ, ഹരിതയ്ക്ക് ക്ലിയർ ആണോ? ഹരിതയ്ക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഫങ്ഷൻസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. ഇത് ലക്ഷ്യമാണ് കേട്ടോ. ഒരു ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്, അവർ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ, ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ at the right time, in the right dose, at the minimum possible cost. ഓക്കെ, അതായത് എന്താണ് പറയുന്നത്, ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസിന് ഏറ്റവും പോസിബിൾ അല്ലെ, മിനിമം പോസിബിൾ, ഏറ്റവും കുറഞ്ഞ ചെലവില് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫാർമസിയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. മനസ്സിലായോ? അതായത് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില്, അതും പരമാവധി കുറഞ്ഞ വിലയില് ആളുകൾക്ക് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, ദാറ്റ് മീൻസ് പേഷ്യൻസിന് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അല്ലെ. അതായത് ഒരിക്കലും എന്താണ്, ശരിയായ രീതിയിൽ മരുന്നുകൾ വിതരണം ചെയ്യണം അല്ലെ, ശരിയായ സമയത്ത് അവർക്ക് എപ്പോ ആവശ്യം വരുന്നു അപ്പൊ മരുന്നുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസ് എത്രയാണോ ആ ശരിയായ ഡോസിൽ മരുന്ന് കൊടുക്കാനും എല്ലാ പേഷ്യൻസിനും ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ അതിന്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഫാർമസിയുടെ ലക്ഷ്യം. ഓക്കെ, അടുത്തത് എന്താണ്, ടു പ്രൊഫഷണലൈസ് the operation of pharmaceutical services in a hospital. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറെ കൂടി പ്രൊഫഷണലൈസ് ചെയ്യാം. പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് കുറെ കൂടെ ഒരു
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെ ആ ഒരു ഫാർമസിയുടെ സേവനങ്ങൾ കൊണ്ടുവരിക അല്ലെ. നമ്മൾ പറയില്ല ഒരു പ്രൊഫഷണൽ ലുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, കണ്ടു കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടെന്ന് പറയും അല്ലെ. എന്താണ് അതായത് അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളില് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം പുലർത്തുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികൾ, ഒരു തോന്നിയ രീതിയിലല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ആ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങള് ഉറപ്പുവരുത്തുക. അതാണ് പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ, ഇപ്പോ മരുന്നുകൾ കളക്ട് ചെയ്യാനും അല്ല പ്രിസ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്യാനും മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇത്ര സമയം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അങ്ങനെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അല്ലെ അവിടുത്തെ ഫങ്ഷൻസുകളൊക്കെ ദാറ്റ് മീൻസ് ആ ഒരു ഫാർമസിയുടെ സേവനങ്ങള് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവിടെ പ്രൊഫഷണലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് in a hospital. അടുത്ത പോയിന്റ് ഇതാണ്, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ ദ പേഷ്യന്റ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്, പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ടോക്സിസിറ്റി, അതുപോലെ ഹോസ്റ്റൈൽ ഇഫക്ട്, ഡ്രഗ് ഇൻഫെക്ഷൻസ് എക്സെട്ര. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സസ്, ഇവർ പേഷ്യൻസിന് പോലും ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടും ഓരോ മരുന്നുകളുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്താണ്, ടോക്സിസിറ്റി ദാറ്റ് മീൻസ് അതിന്റെ ഒരു പോയ്സണിങ് ഇഫക്ട് എന്താണ്. പോയ്സണിങ് ഇഫക്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ മരുന്നുകൾക്ക് പോയ്സണിങ് ഇഫക്ട് ഇല്ല, പക്ഷെ ചിലപ്പോൾ ഓവർഡോസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിക് ആവാം അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള ടോക്സിസിറ്റി. ഹോസ്റ്റൈൽ ഇഫക്ട്, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേഞ്ചർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോസ്റ്റൈൽ ഇഫക്റ്റുകൾ അല്ലെ, മരുന്നുകളുടെ ചില മരുന്ന് റിയാക്ഷൻസുകള്, ഡ്രഗിന്റെ ചില ഇന്ററാക്ഷൻസുകൾ അല്ലെ, ചില ആളുകൾക്ക് ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അങ്ങനെ ആ ഒരു മരുന്നുകളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും മെഡിക്കൽ സ്റ്റാഫുകള്, നഴ്സസിനൊക്കെ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അവർക്കൊരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മരുന്നുകളുടെ ഉപയോഗം എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ടോക്സിസിറ്റി, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്, അതിന്റെ ഹോസ്റ്റൈൽ ഇഫക്ട്, ഡ്രഗ് ഇന്ററാക്ഷൻ എന്നിവയെ സംബന്ധിക്കുന്ന വിവരങ്ങള് മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സുകൾക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതും എന്നുള്ളതും ഫാർമസിയുടെ ഒരു ലക്ഷ്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. നമ്മൾ നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ. അതായത് മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക അല്ലെ. ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. അടുത്തത് എന്താണ്, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്. അതുപോലെ റിസർച്ച് പ്രോജക്റ്റുകളിൽ പങ്കെടുക്കാം. അതായത് നമ്മൾ ഈ മരുന്നുകളുടെ ഗവേഷണ പദ്ധതികളും ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുക, അതിലൊക്കെ ഭാഗമാകും. അപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ കോവിഷീൽഡ്, കോവാക്സിൻ ഇങ്ങനെയൊക്കെയുള്ള വാക്സിൻ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ ഒരുപാട് റിസർച്ചിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റിസർച്ചിലൂടെയൊക്കെ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ ഭാഗമാവേണ്ടതും ഫാർമസിയുടെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, പിന്നെന്താണ്, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അതായത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കുക, അവർ മുന്നോട്ട് വെക്കുന്ന ശുപാർശകളെ പ്രാവർത്തികമാക്കേണ്ടതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യമാണ്. പിന്നെന്താണ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകൾ, ഫാർമസി എന്ന് പറയുമ്പോൾ അത് വളരെ സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നോ, എത്ര മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ, അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ട് മരുന്നുകളുടെ വിതരണം നടത്തുന്നത് ഫാർമസിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വളരെ കോർഡിനേറ്റ് ചെയ്ത്, അവരുമായിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതും ആരുടെ ലക്ഷ്യമാണ്, ഫാർമസിയുടെ ഒബ്ജക്റ്റീവില് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, നയങ്ങള്, അതിനനുസരിച്ചുകൊണ്ട് ഫാർമസിയുടെ പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാം അല്ലെ. അതൊക്കെ നടപ്പിലാക്കുക, അതിനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് ഫാർമസിയുടെ ഉത്തരവാദിത്തം. ഒരു ഫാർമസി പ്രവർത്തിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ
ആ ഹോസ്പിറ്റലിന് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, പോളിസികളുണ്ട്. അതിനനുസൃതമായുകൊണ്ട് ഈ പറയുന്ന ഫാർമസിയുടെ പോളിസികള് അത് ഡിസൈൻ ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ആരുടെ ലക്ഷ്യമാണ്? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്നുകൂടെ പറയുകയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങള്: ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ഏറ്റവും കുറഞ്ഞ വിലയില് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അതുപോലെ ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ അല്ലെ അത്തരം സേവനങ്ങൾ കുറേ കൂടെ പ്രൊഫഷണലൈസ് ചെയ്യുക. മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. ഡ്രഗിന്റെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. റിസർച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമാവുക. അതുപോലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുക. ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് ഫാർമസി പോളിസികളെ കൃത്യമായിട്ട് രൂപീകരിക്കുക, അത് ഓർഗനൈസ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടിസ്ഥാന സൗകര്യം, ഒരു ഫാർമസിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫാർമസി പ്രവർത്തിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ അതിൽ ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. എവിടെയാണ്? ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ ആണ് എവിടെ ഈ ഒരു ഫാർമസിയുടെ സ്ഥാനം നോക്കിയത്. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോർ, നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ആണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുമ്പോൾ ഇതിന്റെ ലൊക്കേഷൻ പഠിക്കാനുണ്ട്. ഈ ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോൾ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ പഠിക്കാനുണ്ട്, ഫാർമസിയുടെ ലൊക്കേഷൻ ഉണ്ട്, ലബോറട്ടറിയുടെ ലൊക്കേഷൻ പഠിക്കാനുണ്ട്. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ പറയുമ്പോൾ അതിന്റെ ലൊക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മിക്കതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെയാണ്. ഫാർമസിയിൽ ഒന്ന് ശ്രദ്ധിക്കാം, ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ്, ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് നോക്കിയേ. OP pharmacy should have a grand appearance and must have enough space. Patients who should wait for medicines. അതുപോലെ നമ്മളുടെ ഔട്ട് പേഷ്യന്റ് ഫാർമസി ഉണ്ടല്ലോ, അതായത് ഈ ഔട്ട് പേഷ്യൻസിനായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുന്ന പ്രത്യേക ഫാർമസി ഉണ്ടായിരിക്കും. ഇൻ പേഷ്യൻസിനായിട്ട് മരുന്നുകൾ കൊണ്ടുപോകുന്ന ഫാർമസി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആകുമ്പോൾ അവിടെ ഇൻപേഷ്യൻസ്, അതായത് വാർഡുകളിലേക്ക് മാത്രമായിട്ട് ഇൻപേഷ്യൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഫാർമസി ഉണ്ടാവും. അതുകൂടാതെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഫാർമസി ഉണ്ടാകാറുണ്ട്. അത് വലിയ വലിയ ഹോസ്പിറ്റലിലെ കാര്യമുണ്ട് കേട്ടോ. അപ്പോ ഇവര് പറയുന്നത് OP ഫാർമസി, അതായത് ഔട്ട് പേഷ്യന്റ് ഫാർമസി ഉണ്ടല്ലോ, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ഒരു ഫാർമസി. അവിടെ നിന്ന് പറയുമ്പോൾ that should have a grand appearance and must have enough space. The patients who should wait for medicine. അവിടെ ഈ മരുന്നുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനായിട്ട് അവിടെ ഇനർ സ്പേസ് ഉണ്ടായിരിക്കും.
ഓക്കെ, ആവശ്യത്തിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു നല്ലൊരു അപ്പിയറൻസ് ആണ് അവിടെ ഫാർമസിക്ക് ഉണ്ടായിരിക്കുന്നത്. കാര്യം പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ് ആണ് കുറെ അധികം സമയം വെയിറ്റ് ചെയ്ത് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് അല്ലെ. അതേസമയം ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന് നേരിട്ട് ഫാർമസി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഔട്ട് പേഷ്യൻസിനൊക്കെയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും, അതും വെയിറ്റ് ചെയ്ത് അവർ ഫാർമസിക്ക് മുന്നിൽ അവർ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒ പി ഫാർമസിക്ക് അത്യാവശ്യം ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അതിന്റെ ഒരു ലുക്ക് നല്ലതായിരിക്കണം. അതോടൊപ്പം തന്നെ അവര് മെഡിസിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനി നോക്കാം, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വെയിറ്റിംഗ് റൂം ഷുഡ് ഗിവ് എ പ്രൊഫഷണൽ ലുക്ക്. ഇങ്ങനെ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഔട്ട്പേഷ്യന്റ് ഫാർമസിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ വെയിറ്റിംഗ് റൂം എപ്പോഴും ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. There should be educative posters on health and hygiene and literature for reading. അതായത് അവിടെ എന്ന് പറയുന്ന അത്യാവശ്യം എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം പറയുന്ന പോലെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെയാണ് നമ്മൾ ഫാർമസിയിൽ പോയിരിക്കുമ്പോൾ അവിടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ചാനലിൽ കാണാൻ പറ്റും അല്ലെ. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾക്ക് കുറെ ആളുകൾ അത് കാണും, വായിക്കും, അതിൽ നിന്ന് അവർക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഒക്കെ അവിടെ വെക്കുന്നത് അല്ലെ. ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതുപോലെ ലിറ്ററേച്ചർ ഫോർ റീഡിങ്, കാര്യം അവരുടെ സമയം അവിടെ അത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അവർക്ക് ആ സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. അതിന് വേണ്ടിയിട്ട് വായിക്കാനായിട്ട് അത്യാവശ്യം പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഒരു എന്താണ് അവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്, സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൺ ഫോർ റെഗുലർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ, powders, ointments, etc. The manufacturing room should be near the pharmacy. ഓക്കെ, ഇത് കൂടുതൽ നമുക്ക് വരുന്നത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ചില മരുന്നുകള് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സപ്ലൈസിന് വാങ്ങുന്നത് കൂടാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാറുണ്ട്, നിർമ്മിക്കാറുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന ഹോസ്പിറ്റലുകളില് എന്ത് വേണം, ഈ സ്റ്റോക്ക് സൊല്യൂഷൻ മാനുഫാക്ചർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം, അതായത് സ്യൂട്ടബിൾ സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, സ്യൂട്ടബിൾ സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മരുന്നുകളുടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. അതിന് നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് മരുന്നുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അത് മാനുഫാക്ചറിങ്ങിന്റെ വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് ഇത്തരം സ്റ്റോക്ക് സൊല്യൂഷൻസ് മാനുഫാക്ചർ ചെയ്യാൻ ഈ പറയുന്ന പൗഡറുകൾ, ഓയിൽമെന്റ്സുകൾ, മരുന്നുകൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം എവിടെ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മാനുഫാക്ചറിംഗ് റൂം എവിടെയായിരിക്കണം, ദാറ്റ് ഷുഡ് ബി നിയർ ദ ഫാർമസി. അത് ഫാർമസിയോട് ചേർന്നായിരിക്കണം. മനസ്സിലായോ? മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കേണ്ടത് ഫാർമസിയോട് ചേർന്നായിരിക്കണം. ഓക്കെ, പിന്നെ അതുകൂടാതെ ഓഫീസ് ഓഫ് ദ ചീഫ്, അതായത് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഹു മാനേജസ് ദ എൻടയർ ഫാർമസി അല്ലെ. എൻടയർ ഫാർമസി മൊത്തം ആരാണ് മേലോട്ട് നിൽക്കുന്നത്, ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ? ഓക്കെ ഓക്കെ, സ്ക്രീൻ ഓഫ് ആയി പോയതാണേ. ഓക്കെ, സ്ക്രീൻ ഓഫ് ആയി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായത് മൂന്നാമത്തെ പോയിന്റ്. സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൺ ഫോർ റെഗുലർ മാനുഫാക്ചറിംഗ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, ointments, etc. Manufacturing room should be near the pharmacy. Okay. Then നാലാമത്തെ എന്താ പറഞ്ഞത്, ഓഫീസ് ഓഫ് ദ ചീഫ്. അതായത് ചീഫ് ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകമായിട്ട് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. കാരണം ചീഫ് ഫാർമസിസ്റ്റ് ആണ് ഫാർമസിയുടെ മുഴുവൻ കാര്യങ്ങളും എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്, ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ അല്ലെ. ഈ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും അത് കൃത്യമായിട്ട് പാക്ക് ചെയ്യാനും ലാബിൽ ചെയ്യാനുള്ള പ്രത്യേകം ഏരിയകൾ എവിടെ ഉണ്ടായിരിക്കണം, ഫാർമസിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെന്താണ്, കോൾഡ് സ്റ്റോറേജ് ഏരിയ. ഇപ്പോ ചില മരുന്നുകൾ ഇപ്പൊ നമ്മൾ ഈ പറയല് ഇൻസുലിൻ, അതുപോലെ ഹോർമോണുകളുടെ ഒക്കെ ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലെ. സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല.
കോൾഡ് സ്റ്റോറേജിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരം മരുന്നുകൾക്കായിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ലൈക്ക് ഫ്രിഡ്ജ് പോലുള്ള റെഫ്രിജറേറ്റർ പോലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ റിസർച്ച് വിങ് ഇസ് എ പാർട്ട് ഓഫ് ഫാർമസി കേട്ടോ. അതായത് ഫാർമസിയോട് അനുബന്ധമായിട്ടൊരു റിസർച്ച്, അതായത് ഈ മരുന്നുകളെ സംബന്ധിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും നടത്താനുള്ള ഒരു വിങ്, ദാറ്റ് മീൻസ് ഒരു ടീം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഒരു ഫാർമസിയോട് അനുബന്ധിച്ച് ഒരു റിസർച്ച് വിങ്, ഒരു റിസർച്ച് ടീം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഫാർമസി സ്റ്റോർ റൂം അല്ലെ, അതെ, ഫാർമസിയുടെ മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. പിന്നെ ലൈബ്രറി എന്തുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്? ഈ മരുന്നുകളെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസുകള് അല്ലെ, അതുപോലെ തന്നെ അതിന്റെ യൂട്ടിലൈസേഷൻ ഇൻഫർമേഷൻസ്, ഇതൊക്കെ നമുക്ക് ബുക്കുകളായിട്ട്, ഇതൊക്കെ റെക്കോർഡുകളായിട്ട്, ബുക്സുകളായിട്ടൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവയെല്ലാം സൂക്ഷിക്കാനുള്ള ഒരു ലൈബ്രറി അല്ലെ, ഫാർമസിയോട് അനുബന്ധിച്ച് ഒരു ലൈബ്രറി ഉണ്ടായിരിക്കും. ഓക്കെ, ഉണ്ടായിരിക്കണം. പിന്നെ 10ാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ കേട്ടോ. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. ഈ റേഡിയോ ഐസോട്ടോപ്സ് നമ്മളിപ്പോ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചു, നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ട് ന്യൂക്ലിയർ മെഡിസിനെ പറ്റി പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാലോ പല റേഡിയോ ഐസോട്ടോപ്സുകളും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കോപ്പാൾട്ട് 60 എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അതൊരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അത് മെഡിസിൻ ആയിട്ട്, മീൻസ് അതൊരു ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം റേഡിയോ ഐസോട്ടോപ്പുകൾക്കായിട്ട് പ്രത്യേകം സ്റ്റോറേജ്, ഡിസ്പെൻസിങ് ഏരിയ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പ്? റേഡിയോ ഐസോട്ടോപ്പ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് ഉദ്ദേശിക്കുന്നത്? അത് അവിടെ പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ്? ശ്രദ്ധിക്കുക. An unsteady form of a chemical element. ഇതാണ് an unsteady form of a chemical element. ഇതൊരു കെമിക്കൽ ഇലമെന്റ് ആണ്. ഓക്കെ, ഈ ഒരു കെമിക്കൽ ഇലമെന്റിന് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഒട്ടും സ്ഥിരതയില്ലാത്ത ഒരു ഫോം ആണ് കേട്ടോ. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫോം ആണ് കെമിക്കൽ ഇലമെന്റ്. കെമിക്കൽ ഇലമെന്റിന്റെ ഒരു ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫോം ആണ് ഇത് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇനി അത് എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നതെന്ന് അറിയാമോ? ദാറ്റ് റിലീസസ് റേഡിയേഷൻ സിൻസ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ആൻഡ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ഈ റേഡിയോ ഐസോട്ടോപ്പിന് ഒരു പ്രത്യേകത, ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആണ്. റേഡിയോ എന്ന് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുക റേഡിയേഷൻസിന് പുറത്തേക്ക് വിടാൻ കഴിവുള്ള കെമിക്കൽ എലമെന്റ്സ് ആണ്. അപ്പോ ഇതിന് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ട്, അത് ബ്രേക്ക് ഡൗൺ ആവുകയും അങ്ങനെ അത് കൂടുതൽ സ്റ്റേബിൾ ആയി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്തുകൊണ്ടാണ് എന്തായി മാറുന്നത്? കുറേയും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. An unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. Okay, അണ്ടർലൈൻ ചെയ്യാട്ടെ. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ അറിയണം. ഇൻ മെഡിസിൻ they are used in imaging test and in treatment. നമുക്കറിയാം, നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ പഠിച്ചതാണ് അല്ലെ. ഇമേജിംഗ് ടെസ്റ്റിനും ട്രീറ്റ്മെന്റിനും ആയിട്ടൊക്കെ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? മെഡിസിനിൽ ഇത്തരം റേഡിയോ ഐസോട്ടോപ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, all radioactive isotopes should be installed in a secure or when they are not in use. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റോർ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? എല്ലാ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളും നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സെക്യൂർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി, the lab must be locked when they are not in use. ഇനി if they are stored in laboratory, ലബോറട്ടറിയിലാണ് നമ്മൾ, ലാബിലാണ് നമ്മൾ ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ആ ലാബ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ലോക്ക് ചെയ്തിരിക്കണം. അത് സൂക്ഷിക്കുന്ന ഏരിയകള് കൃത്യമായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം. If the isotope is stored in refrigerators or freezers in a lab or hallway, the refrigerator or freezer must be locked. അതുപോലെ ഇപ്പൊ ഐസോട്ടോപ്പ് നമ്മളൊരു റെഫ്രിജറേറ്ററിലോ ഒരു ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. വെച്ചാൽ അവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, അത്രയും അറ്റ്മോസ്റ്റ് കെയറോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ റേഡിയോ ഐസോട്ടോപ്പുകൾ സ്റ്റോർ ചെയ്യുന്നത്. അതൊരു സാധാരണ ഒരു കെമിക്കൽ എലമെന്റ് അല്ല, വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആണ്. അത് എപ്പോഴാണ്? അത് റേഡിയേഷൻസിന് പുറത്ത് വിടാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള കെമിക്കൽ എലമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് അത് അത്രയും സെക്യൂർ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്.
റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് കുറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. ഇതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതിപ്പോ ഒരു ലാബിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാത്ത സമയത്ത് അത് വളരെ ലോക്ക് ചെയ്ത് വേണം സൂക്ഷിക്കാൻ. ഇത് നമ്മൾ റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ആണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ എപ്പോഴും നമ്മളത് ലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെയുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്ത പറയുന്നത് എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. അപ്പോ ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഒരു ഔട്ട് ഏഷ്യൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു നല്ല ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അവിടെ രോഗികൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഒരു വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം എഡ്യൂക്കേറ്റീവ് പോസ്റ്ററുകളും അതുപോലെ വായിക്കാനുള്ള ലിറ്ററേച്ചറുകളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ റെഗുലർ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡറുകൾ, ഓയിൽമെന്റുകള് ഇതെല്ലാം തന്നെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് റൂം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ മാനുഫാക്ചറിംഗ് റൂം എന്ന് പറയുന്നത് ഫാർമസിയോട് ചേർന്നായിരിക്കണം. അതുപോലെ ചീഫ് ഫാർമസിസ്റ്റിനായിട്ട് പ്രത്യേകം ഒരു ഓഫീസ് സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. പാക്കേജിംഗ് ലേബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ഫാർമസിയുടെ ഭാഗമായിട്ടുള്ള റിസർച്ച് വിംഗ് ഉണ്ടായിരിക്കണം. ഫാർമസിയുടെ സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസുകൾ കീപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഉണ്ടായിരിക്കണം. ഞാൻ നമ്മൾ പറഞ്ഞത് റേഡിയോ ഐസോട്ടോപ്പ് ആണ്. റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ട്, സ്ഥിരമല്ലാത്ത അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് ആണ്. ഈ കെമിക്കൽ ഇലമെന്റ് പുറത്ത് റേഡിയേഷൻസിന് പുറത്തോട്ട് ഇമിറ്റ് ചെയ്തുകൊണ്ട് ആണ് അത് കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലമെന്റ് ആയിട്ട് മാറുന്നത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ നമ്മൾ ഇമേജിംഗ് ടെസ്റ്റുകളിലും ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ വളരെ സെക്യൂർ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ ഇവിടെ വരെ. നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ നമുക്ക് പറയാനുണ്ട്. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഉപകരണങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തത് പ്രിസ്ക്രിപ്ഷൻ കേസ് ആണ്. പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസുകൾ രോഗി കൊണ്ടു കൊടുക്കുമ്പോ അവരെന്ത് ചെയ്യും? ഒരു ബോക്സിലാക്കി അവർ വെക്കും. ബോക്സ് മീൻസ് ഒരു ട്രെയിലാക്കി വെക്കും അല്ലെ. പ്രിസ്ക്രിപ്ഷൻ കേസ് അതാണ്. പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ഒരു കേസ്, ദാറ്റ് മീൻസ് എന്താ പറയാ, ഒരു വാലറ്റ് പോലെ ഉണ്ടായിരിക്കും കേട്ടോ, പ്രിസ്ക്രിപ്ഷൻ കേസ്. പിന്നെന്താണ്? ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ് കേട്ടോ. ഈ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡുകൾ ഉണ്ടാവണം അല്ലെ. കബേർഡുകൾ, അതിന് ഷെൽഫുകളും ഡ്രോയറുകളും ഒക്കെയുള്ള കബേർഡുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഫാർമസി കണ്ടിട്ടില്ലേ? മരുന്നുകൾ എടുക്കാനും കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാനൊക്കെയുള്ള കബേർഡുകളും ഷെൽഫുകളും ഡ്രോയറുകളും ഒക്കെ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് ബേസ്. ഓരോ കബേർഡിനകത്തും സെക്ഷണൽ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഡില്ലയിനടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അവരുടെ ഷെൽഫ് കണ്ടിട്ടുണ്ടോ? ആ ക്യാബിനറ്റ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ കുറെ സെക്ഷൻ ആയിട്ടുണ്ടോ. അവരിങ്ങനെ 1 രൂപ കോയിനുകൾ ഒരുമിച്ചിടും, 5 രൂപ കോയിൻ ഒരുമിച്ചിടും, കണ്ടിട്ടില്ലേ നിങ്ങള്? പിന്നെ നോട്ടുകൾ ഒരു ഭാഗത്ത്, അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ടുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് ബേസ്. ഓക്കെ, പിന്നെന്താണ്? വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. അതെ,
റെഗുലർ ഡിസ്പെൻസിങ് നടത്താനായിട്ടുള്ള വർക്ക് ടേബിൾസ്, മരുന്നുകൾ എടുത്തൊരു ടേബിളും അവർ കൊണ്ടുവയ്ക്കണം അല്ലെ, എന്നിട്ടാണ് അവരതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡിസ്പെൻസ് ചെയ്യുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലനേഷനിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ മരുന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വർക്ക് ടേബിൾസ്, കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്, പിന്നെ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. നമ്മൾ പറയില്ലേ ഇത് വാഷ് ബേസിൻ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, എന്തെങ്കിലും സിറപ്പുകൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാർമസിസ്റ്റുകൾക്ക് അവർക്ക് കൈ വാഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എന്ത് വേണം, അവിടെ സിങ്ക് വേണം അല്ലെ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ദെൻ ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. ഈ മോർട്ടാർ പെസ്റ്റിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിക്കാനും ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മോർട്ടാർ പെസ്റ്റിൽസ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളിയൊക്കെ ചതയ്ക്കാനായിട്ട് പണ്ടത്തെ പോലെ കമ്മിക്കല്ലൊന്നും ഇല്ലല്ലോ. ഓക്കെ, അമ്മിക്കല്ലുള്ളവരുണ്ടാവും, അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലേ ഇടിക്കാനും ചതയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവം കേട്ടാ. അതാണ് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറയുന്നത് കേട്ടാ. ഇവിടെ മെഡിമിക്സ് ഇല്ലേ, മെഡിമിക്സ് എന്നൊരു സോപ്പ് ഉണ്ടല്ലേ, എന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ആ സംഭവം. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടാ. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് അതൊക്കെ സൂക്ഷിക്കാനുള്ള ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. കവേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽ, ഫ്ലാസ്ക്, ഫണൽസ്, ബീക്കേഴ്സ് എക്സെട്ര. മരുന്നുകളൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ലിക്വിഡ് മരുന്നുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അളന്നു കൊടുക്കാനും അല്ലാതെ എടുക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള യൂട്ടൻസിൽ, ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്കുകള്, ഫണലുകള്, ബീക്കറുകള്, ഇതൊക്കെ എവിടെ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കവേർഡുകള് എവിടെ ഉണ്ടായിരിക്കണം, ഈ പറയുന്ന ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. ഓക്കെ, അത്യാവശ്യം റെഫ്രിജറേറ്റർ സൗകര്യം. റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എത്രത്തോളം കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ടോ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള റെഫ്രിജറേറ്റർ സൗകര്യങ്ങൾ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ പഠിക്കുന്നുണ്ട് ഇത്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അനസ്തേഷ്യ പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നാർക്കോട്ടിക്സ് ഡ്രഗ്സുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് അതെന്ന് പറയുമ്പോൾ വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ലോക്ക്ഡ് ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കണം, ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഡ്രോയറുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. അറിയാലോ, അതായത് അത്യാവശ്യം ഈ പറയുന്ന ഒരു ടെലിഫോൺ കണക്ഷനും ഫയലുകളും മറ്റും വെക്കാനുള്ള ഒരു ക്യാബിനറ്റ് ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ, നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. അതായത് നഴ്സസ് മീൻസ് വാർഡിലേക്ക് പോകാനുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനും അത് പോരാതെ ഔട്ട് പേഷ്യൻസിന് ആളുകൾക്കുള്ള മരുന്നുകളുടെ വിതരണത്തിനും പ്രത്യേകം എന്തുണ്ടായിരിക്കണം, ഡിസ്പെൻസിംഗ് വിൻഡോ ഉണ്ട്. എല്ലാം ഒരേ വിൻഡോയിലൂടെ എല്ലാം കൊടുക്കുന്നത്. വാർഡുകളിലേക്ക് പോകേണ്ട മരുന്നുകള് അതുപോലെ ഔട്ട് പേഷ്യൻസിനായിട്ടുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഡിസ്പെൻസിംഗ് വിൻഡോ സൗകര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കണം, ഫാർമസിയില്. ഓക്കെ, മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വീട്ടിൽ ഇടിക്കാനും ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടില്ല, അതിനെയാണ് ഈ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ. അതൊക്കെ അറിയാം നിങ്ങൾക്ക്, അറിയാത്തതൊന്നുമല്ല, അത് വെറുതെ നിങ്ങൾ ചോദിക്കുന്നതാണ്. അറിയാത്തവരായിട്ട് ആരുണ്ട് വീടുകളിലൊക്കെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന സംഭവം, ചുമ്മാ അങ്ങ് ചോദിക്കാണല്ലേ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്താണ്. ഞാനോ കുറെ പേർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ, എന്നാലും വെറുതെ ഒന്ന് ചോദിക്കാം അല്ലെ. അൺമ്യൂട്ട് ചെയ്യാണ്ട് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിക്കവാറും നാളത്തെ H23 ക്ലാസ്സിൽ ലിലു മിസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.